പണ്ട് കാലത്ത് പ്രായമായിട്ടുള്ള ആളുകളിലായിരുന്നു ഗ്യാസിന്റെ ബുദ്ധിമുട്ട്, നെഞ്ചിരിച്ചിലിന്റെ ബുദ്ധിമുട്ട്, പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന 10-8 പേരും ചെറുപ്പക്കാരാണ്. ഏകദേശം 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഇടയിലുള്ള ആളുകളാണ് കൂടുതലായിട്ടും കൺസൾട്ടേഷൻ വരാറുള്ളത്. എന്താണ് ഇതിന് റീസൺ നമുക്ക് നോക്കാം. റീസൺ വേറൊന്നുമല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന റീസൺസ് ആണ്. എല്ലാവരോടും ചോദിക്കുമ്പോൾ പ്രോപ്പറായിട്ട് അവർ ഫുഡ് കഴിക്കുന്നില്ല, നേരത്തിന് അവർ ആഹാരം കഴിക്കുന്നില്ല. ഒന്നാമത്തെ കാരണം, കഴിക്കുന്ന ആഹാരങ്ങൾ കൂടുതലായിട്ടും ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡുകളാണ് കൂടുതലായിട്ട് അവർ കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് ലേറ്റ് നൈറ്റിലുള്ള ഫുഡ്, രാത്രി വൈകി ഒരുപാട് ആഹാരം കഴിക്കുക. അതുമൂലം അവർക്ക് ക്വാളിറ്റിയുള്ള ഒരു സ്ലീപ്പ് കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ തന്നെയാണ് സ്ട്രെസ്സുകൾ, ജോലിയിലെ സ്ട്രെസ്സ്, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, കല്യാണം ആവാത്തതിൻ്റെ ബുദ്ധിമുട്ട് വരെ ആയിട്ടുള്ള ചെറുപ്പക്കാരെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ചെറുപ്പക്കാരിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, വയർ സംബന്ധമായ അസുഖങ്ങൾ കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. വെള്ളം കൂടി വളരെയധികം കുറവാണ് പല ആളുകളും. അതുപോലെ തന്നെ ക്വാളിറ്റിയിലെ സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക, സ്ട്രെസ് മാനേജ് ചെയ്യുക. ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളെ അസുഖം കുറയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ.